കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിച്ചെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന വിമർശനം തെറ്റെന്ന് തെളിഞ്ഞെന്ന് മുഖ്യമന്ത്രി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ബൈപ്പാസ് പദ്ധതിയും ഇതിന് തെളിവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കൂടുതൽ വിശദാംശങ്ങൾ. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിച്ചെന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന വിമർശനം തെറ്റെന്ന് തെളിഞ്ഞുവെന്ന് മുഖ്യമന്ത്രിയും സദസ്സിൽ പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ബൈപ്പാസ് പദ്ധതിയും ഇതിന് തെളിവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അഷ്ടമുടിയുടെ തീരത്ത് നിൽക്കുമ്പോൾ തനിക്ക് പ്രളയത്തിന് ശേഷമുള്ള അതിജീവനം ദർശിക്കാൻ സാധിക്കുന്നു. കൊല്ലം ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിന് സർക്കാർ വഹിച്ച പങ്ക് അഭിനന്ദനാർഹമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. On the banks of the Ashtamudi Lake, I sense recovery from the floods of last year. But we have to work harder to rebuild Kerala. I congratulate you for completion of this bypass, which will make life easier for the people. Ease of living for the people is the commitment of my government. We believe in Sabka Saath, Sabka Vikas. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ജനുവരി 22 പരിഗണിക്കില്ല. ബഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിച്ചു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22 പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. എന്നാൽ വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചികിത്സയ്ക്കായി അവധിയിലാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പറ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനുവരി 22 കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. യുവതീ പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവധി എത്ര ദിവസം ഉണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. യുവതീ പ്രവേശനത്തിനെതിരെ 50ഓളം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ യുവതികൾ പ്രവേശിച്ച കണക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കെ സുരേന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാൻ ആകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഹർജി തള്ളിയത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഹൈക്കോടതിയിലെത്തിയ സുരേന്ദ്രന് കടുത്ത വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. അക്രമം ഉണ്ടാക്കാനല്ലേ പോകുന്നതെന്നും കോടതി വിമർശിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ലെന്ന് ഇതിന് മറുപടിയായി കോടതി വ്യക്തമാക്കി. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഇതുകൂടി അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സുരേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിൽ സർക്കാരിന് രഹസ്യ അജണ്ട ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാരിന്റെ അജണ്ടയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. നിരീക്ഷണ സമിതി റിപ്പോർട്ട് പരിശോധിക്കവെ കോടതി നടത്തിയ പരാമർശങ്ങൾക്കുള്ള വിശദീകരണമായാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ശബരിമലയിലെത്തുന്ന പുരുഷ ഭക്തന്മാരുടെ വിശ്വാസം പരിശോധിച്ചറിയുക സാധ്യമല്ലെന്ന് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിശ്വാസവും പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. സർക്കാരിന് സ്ത്രീ പ്രവേശനത്തിൽ രഹസ്യ അജണ്ടയില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന അജണ്ട മാത്രമേ സർക്കാരിനുള്ളൂ. രഹസ്യ അജണ്ടയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകളുമാണ്.
ബിന്ദുവും കനകദുർഗയും അവിശ്വാസികളാണെന്ന വാദം തെളിയിക്കാൻ വേണ്ട രേഖകളില്ല. സ്ത്രീ പ്രവേശനത്തിൽ ബാഹ്യ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന വാദത്തിന് അടിത്തറയില്ല. 2 സ്ത്രീകൾ മല കയറിയതിനാൽ ശബരിമലയിൽ കുഴപ്പങ്ങളില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നിരീക്ഷണ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനുള്ള വിശദീകരണം എന്ന നിലയ്ക്കാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സാലി മുഹമ്മദ്, കൊച്ചി. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ കനകദുർഗയ്ക്ക് ഭർത്തൃവീട്ടുകാരുടെ മർദ്ദനം. പരിക്കേറ്റ കനകദുർഗ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമത്തിൽ പോലീസ് കേസെടുത്തു. രാവിലെയാണ് കനകദുർഗ ഭർത്തൃവീട്ടിലേക്ക് തിരിച്ചെത്തിയത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ഈ വീട് കനകദുർഗ ദർശനത്തിന് പുറപ്പെട്ടതു മുതൽ പോലീസ് കാവലിലായിരുന്നു. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് ഏറെ നാളും വീട് അടഞ്ഞുകിടന്നു. തുടർന്നുണ്ടായ ഭർത്തൃവീട്ടുകാരുടെ പ്രകോപനമാണ് മർദ്ദനത്തിനു കാരണം. പട്ടിക കഷ്ണമെടുത്ത് ഭർത്തൃമാതാവ് തലക്കടിച്ചെന്നാണ് പരാതി. പോലീസ് എത്തി കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്ക് നിസ്സാരമാണ്. പ്രാഥമിക ചികിത്സ നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ശബരിമലയിൽ മകരവിളക്കുത്സവം പൂർത്തിയായി. മകരമാസ പൂജയ്ക്ക് ഇന്ന് രാവിലെ നട തുറന്നു. അതേസമയം സമാധാനപരമായി ഈ മണ്ഡലകാലം പൂർത്തിയായെന്നും സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നീട്ടിവച്ചതിൽ ബോർഡിന് ആശങ്കയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. മകരവിളക്ക് ദർശിച്ച് അയ്യപ്പന്മാർ മലയിറങ്ങുന്ന കാഴ്ചയാണ് സന്നിധാനത്ത്. മണ്ഡല മകരവിളക്കുത്സവം പൂർത്തിയായതോടെ മകരമാസ പൂജയ്ക്ക് ഇന്ന് രാവിലെ 4 മണിക്ക് നട തുറന്നു. ഇന്നു മുതൽ വരുന്ന 5 ദിവസമാണ് മകരമാസ പൂജ. അതേസമയം സമാധാനപരമായി ഈ മണ്ഡലകാലം പൂർത്തിയായെന്നും സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നീട്ടിവെച്ചതിൽ ബോർഡിന് ആശങ്കയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. മുമ്പോട്ട് പോയതുപോലെ തന്നെ ശബരിമല മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സമാധാനപരമായിട്ടാണ് ഒരു മണ്ഡലം മകരവിളക്ക് കാലം കഴിഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആരെയെങ്കിലും മനഃപൂർവ്വമായി വിളിച്ചു വരുത്തി ശബരിമലയിൽ കൊണ്ടുവരണം എന്ന് ഗവൺമെന്റിന് താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പോലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ പിന്നെ അവരെപ്പോഴാണ് പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ പരിഗണിക്കട്ടെ. ആചാരങ്ങളെക്കുറിച്ച് ഭക്തർക്കുള്ള തർക്കം ഗൗരവമായി കാണും. രാഷ്ട്രീയമായ തർക്കങ്ങളെ ആ രീതിയിൽ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സീസണിൽ വരുമാനം കുറഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. മണ്ഡലകാലം അവസാനിച്ച് മാസപൂജയ്ക്ക് നട തുറന്നപ്പോഴും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 20-നാണ് മാസപൂജ അവസാനിക്കുന്നത്. 18 വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാവുക. 19-ന് പന്തളം കൊട്ടാരത്തിനാണ് അഭിഷേകത്തിനുള്ള അവകാശം. ഒപ്പം അന്നുവരെ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള അവകാശമുള്ളൂ. ശേഷം 20-ാം തീയതി പന്തളം കൊട്ടാരത്തിന്റെ പ്രത്യേക പൂജയോടെ നടയടയ്ക്കും. തുടർന്ന് തിരുവാഭരണവുമായി കൊട്ടാരം പ്രതിനിധികൾ മലയിറങ്ങും. സന്നിധാനത്തെയും പമ്പ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള പരിസര പ്രദേശങ്ങളിലെയും നിരോധനാജ്ഞ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി അവസാനിച്ചു. നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് പോലീസിന്റെയും ജില്ലാ കളക്ടറുടെയും അഭിപ്രായം. ക്യാമറമാൻ അജിത് കാരൂരിനൊപ്പം റിനു ശ്രീധർ, സന്നിധാനം. വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. 2 സ്വതന്ത്ര MLA-മാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, അവിടെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? നാടകീയ നീക്കങ്ങൾ ഇപ്പോഴും കർണാടകയിൽ തുടരുകയാണ്. എന്ത് സംഭവിക്കും എന്ന അനിശ്ചിതത്വം ഇപ്പോഴുമുണ്ട്. ഉച്ചയോടുകൂടിയാണ് 2 സ്വതന്ത്ര MLA-മാരായ എച്ച് നാഗേഷും ആർ ശങ്കറും പിന്തുണ പിൻവലിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയത്. അതിനുശേഷം അവർ മുംബൈയിൽ ഉണ്ട് എന്ന ലഭ്യമായ വിവരം. അവരോടൊപ്പം തന്നെ 4ഓളം കോൺഗ്രസ് MLA-മാരും ഉണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു, JDS-ഉം ആരോപിക്കുന്നുണ്ട്. ഇവർ പക്ഷേ പിന്തുണ പിൻവലിച്ചാൽ അത് കൂറുമാറ്റ നിരോധന നിയമത്തിൽപ്പെടുകയും അയോഗ്യരാവുകയും ചെയ്യും. ഇത്തരത്തിൽ 12ഓളം പേരെങ്കിലും അയോഗ്യരായാൽ മാത്രമേ BJPക്ക് കർണാടക സർക്കാർ രൂപീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടമായി സ്വതന്ത്രരെ ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത്. അതേസമയം BJPയുടെ MLA-മാരെ മുഴുവൻ ഡൽഹി, ഹരിയാന അതിർത്തിയിലെ ഗുരുഗ്രാമിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ബാക്കി വിമത MLA-മാരെയും ഓരോ സ്ഥലത്തേക്ക് BJP മാറ്റുന്നവർ മുംബൈയിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇത്തരം വെല്ലുവിളികൾ ഇതൊന്നും വെല്ലുവിളിയല്ല എന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. നരേന്ദ്രമോദി വീണ്ടും കർണാടകയിൽ പരാജയപ്പെടും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയും ഈ സംഭവം സംബന്ധിച്ച് പ്രതികരിച്ചത് ഇത്തരം വെല്ലുവിളികളെ എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കർണാടകയിൽ നീങ്ങുന്നത്.
കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ ദുരൂഹതയേറുന്നു. മനുഷ്യക്കടത്താണോ അതോ വിദേശത്ത് നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണോ നടന്നതെന്നാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ കേരളത്തിലെത്തിയ സംഘം താമസിച്ചിരുന്ന ലോഡ്ജുകളിൽ പോലീസ് പരിശോധന നടത്തി. വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡൽഹിയിൽ നിന്ന് എത്തിയതെന്ന് കരുതുന്ന സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുനമ്പത്തെയും ചോറ്റാനിക്കരയിലെയും ലോഡ്ജുകളിലാണ് പ്രധാനമായും പോലീസ് പരിശോധന നടത്തിയത്. മുനമ്പം തീരത്ത് നിന്ന് യാത്ര തിരിച്ചവരെന്ന് കരുതുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നവരെന്ന് കരുതുന്നവരുടെ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളുമുണ്ട്. ചോറ്റാനിക്കരയിലെ 3 ലോഡ്ജുകളിലായി മാത്രം ഈ സംഘത്തിൽപ്പെട്ട 80ഓളം പേർ താമസിച്ചിരുന്നതായി വ്യക്തമായി. സംഘത്തിൽപ്പെട്ട യുവതി ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചതായും വിവരം ലഭിച്ചിരുന്നു. ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞാണ് ലോഡ്ജിൽ താമസിക്കാനെത്തിയതെന്ന് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ലോഡ്ജ് ജീവനക്കാരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. 2 സ്ത്രീകളുണ്ടായിരുന്നു, പിന്നെ ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ 2 കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, പിന്നെ 3-4 ആണുങ്ങളും ഉണ്ടായിരുന്നു. അവർ ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും. നമ്മളോട് ചോദിക്കും അവർ ഏതാ ലാംഗ്വേജ് എന്ന് ചോദിച്ചു. അപ്പോൾ മലയാളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദി സംസാരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്നുണ്ടെങ്കിൽ അവർ വേറെ ഭാഷകളാണ് സംസാരിക്കുക. എന്നാൽ ഈ സംഘത്തിലെ ആരും ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പിന്നെന്തിന് സംഘം ഇത്രയും ദിവസം ഇവിടെ താമസിച്ചു എന്ന ചോദ്യമാണ് മനുഷ്യക്കടത്ത് എന്ന സംശയം ബലപ്പെടുത്തുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും മുനമ്പം മനുഷ്യക്കടത്ത് കേസിന്റെ ദുരൂഹതകൾ ഏറി വരികയാണ്. ഇക്കഴിഞ്ഞ 12-ന് സംഘം മുനമ്പം തീരം വിടുന്നതിന് മുൻപ് ഒരാഴ്ചയോളം സംഘം ചോറ്റാനിക്കരയിലും മുനമ്പത്തും ചെറായിലുമായി താമസിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഡൽഹി കേന്ദ്രമായ വൻ മനുഷ്യക്കടത്ത് റാക്കറ്റാണോ സംഭവത്തിന് പിന്നിലെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവർ തീരം വിടാൻ ഉപയോഗിച്ച ബോട്ടിന്റെ ഉടമയെ ഉടൻ കണ്ടെത്തി ചോദ്യം ചെയ്യും. അതേസമയം ബോട്ട് കണ്ടെത്തുന്നതിനായി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ തുടരുകയാണ്. വിദേശത്ത് നിന്നും കടൽ മാർഗം കേരള തീരത്തേക്ക് നുഴഞ്ഞുകയറ്റം നടക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. വരും ദിവസങ്ങളിലും ലോഡ്ജുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. ആലപ്പാട്ടെ കരിമണൽ ഖനനം തടയണമെന്ന ഹർജിയിൽ സർക്കാരിനോടും IREയോടും ഹൈക്കോടതി നിലപാട് തേടി. നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശിയാണ് ഹർജി നൽകിയത്. 89.5 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തൃതി ഭയാനകമാവിധം കുറഞ്ഞതായി ഹർജിയിൽ പറയുന്നു. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സീറോ മലബാർ സഭ. കൊച്ചിയിൽ നടക്കുന്ന സഭാ സിനഡിനെ കുറിച്ച് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകിയെന്ന് സഭ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. സഭയെ അപമാനിക്കുന്നതിനായാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇതിന് പിന്നിൽ തീവ്രവാദികളും നക്സലൈറ്റ് ബന്ധമുള്ള ചിലരുമാണ്. നിയമ നടപടികൾക്കായി ഫാദർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിനെ ചുമതലപ്പെടുത്തിയതായും പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി ഫ്ലെക്സ് സ്ഥാപിക്കുന്നവർക്ക് തന്നെ തിരികെ നൽകണമെന്ന് ഹൈക്കോടതി. അവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയമവിരുദ്ധ ബോർഡുകൾ പൊതു ഡംപിംഗ് യാർഡുകളിലേക്ക് മാറ്റരുത്. ഇക്കാര്യം വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് 7 ദിവസത്തിനകം നിർദ്ദേശം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വാർത്തകൾ തുടരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പശു രാഷ്ട്രീയം. BJP പിന്തുടരുന്ന ഹിന്ദു വർഗീയ പ്രീണന നയങ്ങളുമായി കോൺഗ്രസ് സർക്കാർ. തെരുവിൽ അലയുന്ന പശുക്കളെ ദത്തെടുക്കുന്നവരെ സ്വതന്ത്രദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ആദരിക്കുമെന്ന അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ ഉത്തരവ്. ജില്ലാ കളക്ടർമാർക്ക് ചുമതലകൾ കൈമാറി. BJPക്ക് സമാനമായ ഹിന്ദുത്വ പ്രീണന നയങ്ങൾ നടപ്പിലാക്കുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ. വസുന്ധരാജ സിന്ധ്യയെ ആദ്യ പശുമന്ത്രിയെ നിയമിച്ചെങ്കിൽ കോൺഗ്രസിന്റെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ ഒരു പടി കൂടി കടന്ന് തെരുവു പശുക്കളെ ദത്തെടുക്കുന്നവരെ ആദരിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-നും നടക്കുന്ന സർക്കാർ ചടങ്ങുകളിലും പരേഡുകളിലും പശുക്കളെ ദത്തെടുക്കുന്നവർക്ക് പ്രത്യേക സ്വീകരണവും ആദരവും നൽകും. സാമൂഹ്യ പ്രവർത്തകർ, NGOകൾ തുടങ്ങി വ്യക്തികളെയും പശുക്കളെ ദത്തെടുക്കാൻ പ്രേരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്കും രാജസ്ഥാൻ സർക്കാർ ഉത്തരവ് കൈമാറി. അധികാരത്തിലേറി ഡിസംബർ 29-നാണ് കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. 80% വരുന്ന ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും അശോക് ഗെഹ്ലോട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല.
ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജില്ലാ കേന്ദ്രങ്ങളിലെ ഗോശാലകളിലെത്തണം. നിശ്ചിത തുക കെട്ടിവച്ച് പശുക്കളെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. ബിജെപിയുടെ പശുരാഷ്ട്രീയം കോൺഗ്രസും പിന്തുടരുന്നതിനെതിരെ വിമർശനവും ശക്തമായിട്ടുണ്ട്. ബിജെപി നിയമിച്ചതുപോലെ കോൺഗ്രസും രാജസ്ഥാനിൽ പശുവിന് മാത്രമായി ഒരു മന്ത്രിയെ നിയമിച്ചു. മുതിർന്ന നേതാവ് പ്രമോദ് ഭയ്യയാണ് മന്ത്രി. ന്യൂസ് ബ്യൂറോ, ദില്ലി. CVC റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടണമെന്ന് കോൺഗ്രസ്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി ഉന്നതതല സമിതി അംഗം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക്കിന്റെ റിപ്പോർട്ടും ഉന്നതതല സമിതിയുടെ മിനിറ്റ്സും പുറത്തുവിടണമെന്ന് ഖാർഗെ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ അനധികൃതമായി ഫോൺ ചോർത്തിയെന്ന ആരോപണ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അലോക് വർമ്മ അഴിമതി നടത്തിയതിന് തെളിവുണ്ടെന്ന CVC റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കത്തിലൂടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം CVC അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക്കിന്റെ റിപ്പോർട്ടും അലോക് വർമ്മയെ പുറത്താക്കിയ ഉന്നതതല സമിതിയുടെ മിനിറ്റ്സും പുറത്തുവിടണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചീഫ് ജസ്റ്റിസിന് പകരക്കാരനായി പങ്കെടുത്ത ജസ്റ്റിസ് AK സിക്രി, ഖാർഗെ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അലോക് വർമ്മയെ CBI തലപ്പത്ത് നിന്ന് നീക്കാൻ ഉപയോഗിച്ച രേഖകൾ കണ്ടതിനു ശേഷം പൊതുജനങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരട്ടെ എന്നാണ് ഖാർഗെ കത്തിൽ വ്യക്തമാക്കുന്നത്. അലോക് വർമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്ന പല ആരോപണങ്ങളിലും തെളിവില്ലെന്ന് CVCയുടെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ജസ്റ്റിസ് AK പട്നായിക് വെളിപ്പെടുത്തിയിരുന്നു. അലോക് വർമ്മയെ തിടുക്കത്തിൽ മാറ്റേണ്ടതില്ലെന്നും പട്നായിക് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഖാർഗെ കത്തയച്ചത്. ഇടക്കാല CBI ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് ഉന്നതതല സമിതിയുടെ അനുവാദം കൂടാതെയാണെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി 1 പുതിയ CBI ഡയറക്ടർ ഔദ്യോഗികമായി പദവിയിൽ വരണം. അതുകൊണ്ട് പുതിയ ഡയറക്ടറെ വേഗം തന്നെ നിയമിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. അലോക് വർമ്മയെ മാറ്റിയത് ഭയത്തിന്റെ പേരിലാണെന്നും സർക്കാരിന്റെ ഇടപെടലുകൾ ഭരണഘടനയെ കൂടി കളങ്കപ്പെടുത്തുന്നതാണെന്നും ഖാർഗെ പറയുന്നു. അതേസമയം ഉന്നതതല സമിതിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് ജസ്റ്റിസ് AK സിക്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും നേരത്തെ അറിയിച്ചിരുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാളിൽ BJPക്ക് രഥയാത്രയ്ക്ക് അനുമതി നൽകാൻ പറ്റില്ലെന്ന് സുപ്രീംകോടതി. ക്രമസമാധാനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പറയുന്ന ആശങ്കകൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. രഥയാത്രയെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും സംസ്ഥാന സർക്കാരിനെ ധരിപ്പിക്കാൻ BJPക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക അവസാനിക്കുന്നതുവരെ യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. രഥയാത്രയ്ക്കിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിഗണിക്കണമെന്നും കേസിൽ സിംഗിൾ ബെഞ്ച് വീണ്ടും വാദം കേൾക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് യാത്രയ്ക്ക് അനുമതി തേടി BJP സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. കനയ്യക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം ദില്ലി പട്യാല ഹൌസ് മെട്രോപൊളിറ്റൻ കോടതി ജനുവരി 19 പരിഗണിക്കും. JNUവിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. രാജ്യദ്രോഹത്തിനു പുറമെ കലാപമുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, കള്ളരേഖ ചമയ്ക്കൽ തുടങ്ങിയ 8ഓളം വകുപ്പുകളാണ് കനയ്യകുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാർ ബീഹാറിലെ ബേഗുസരായ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ കുറ്റപത്രം എത്തിയിരിക്കുന്നത്. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചു. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. ചെറുകിട വ്യവസായങ്ങളെ തരംതിരിക്കുന്നതിന് ടേൺ ഓവർ സമ്പ്രദായം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇത് ഇടയാക്കുമെന്ന് പ്രസിഡന്റ് M. ഖാലിദ്, സെക്രട്ടറി A. നിസാമുദ്ദീൻ എന്നിവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായ മേഖലയോട് അവഗണന കാട്ടുന്നതായും അവർ ആരോപിച്ചു.